ഹലോ, നമ്മളിന്നൊരു രസം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കാം രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന രീതി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇത് ചിലർ കാണുമ്പോൾ വിചാരിക്കും, അയ്യേ ഇങ്ങനെയല്ലല്ലോ രസം ഉണ്ടാക്കുന്നത്, ഈ രീതിയിലല്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക എന്താണ് തെറ്റെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് രസം എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാമേ. അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് നമ്മളിതാ ഒരു ബൗളിലോട്ട് ചെറുനാരങ്ങ വലിപ്പത്തിൽ കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് വേണം. അപ്പോൾ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇതേപോലെ അങ്ങ് ഉടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി അതിൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അങ്ങ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് രസത്തിലേക്ക് വേണ്ടിയിട്ട് 2 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ എടുക്കുന്നത്. ചെറിയ ജാറുണ്ടല്ലോ, നമ്മുടെ മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നമ്മളിതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് ഈ രസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 തക്കാളി നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്താലല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് കിട്ടേണ്ടത്. അപ്പോൾ അതും ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന നമ്മുടെ പുളിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമി ഉടച്ച് അതിൻ്റെ ആ ജ്യൂസ് എടുക്കണം കേട്ടോ. കൈ വെച്ച് ഉടച്ചാലേ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ അങ്ങ് ചെയ്തെടുത്തിരുന്നാൽ മതിയാവും. അപ്പം നമ്മൾ പുളിയൊക്കെ നല്ലതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരുന്ന തക്കാളിയുടെ ആ പേസ്റ്റ് കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ആണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പം നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് രസത്തിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പൊടിച്ചെടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഇതാ മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ 2 സ്പൂൺ മല്ലിയാണ് കേട്ടോ, മുഴുവനായിട്ടുള്ള മല്ലി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് 1 സ്പൂൺ കുരുമുളകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1.5 സ്പൂൺ നല്ല ജീരകം ഉണ്ടല്ലോ, അത് നമ്മൾ തോരത്തിനൊക്കെ എടുക്കുന്ന ജീരകമില്ലേ, ആ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഒരു 10ഓളം നമ്മുടെ ഉലുവയാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 7ഓളം വെളുത്തുള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരയ്ക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രസം ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഇതാ ഒരു പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കൊരു 2 ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, കനം കുറച്ച് അരിഞ്ഞത്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉലുവ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർക്കാം. ഞാൻ പിന്നെ പൊടിച്ചിട്ടുണ്ടത് കൊണ്ട് തന്നെ പിന്നെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തില്ല കേട്ടോ. 2 വറ്റൽമുളക് കൂടി നമ്മളിതാ മുറിച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടി ഉണ്ടല്ലോ, അതിങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കയ്യിൽ മുഴുവനായിട്ടുള്ള മല്ലിയും കുരുമുളകൊന്നും ഇല്ലെങ്കിൽ ഈ സമയത്ത് മല്ലിയുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ഈ സമയത്ത് നമ്മളൊരു 1.5 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എടുത്ത് കായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ തക്കാളിയുടെയും പുളിയുടെയൊക്കെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നമ്മളതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കായത്തിൻ്റെ അളവൊക്കെ നമുക്ക് താല്പര്യം അനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മളിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിൽ രസം തിളപ്പിക്കില്ല എന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ, തിളപ്പിക്കാറില്ല, ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അങ്ങ് ഓഫ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ തിളപ്പിച്ചെടുക്കും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് രസം ഉണ്ടാക്കുന്നത്.
അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ച് കുറവായി തോന്നിയതുകൊണ്ട് ഞാനിപ്പോൾ വെച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് കായത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കാമേ. കായത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എന്തൊക്കെ കുറവുണ്ടെന്നുള്ളത്. ഇനി എരിവ് കുറവാണെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ സമയത്തും ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ രസം ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇവിടെ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. രസം നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിലാണോ എല്ലാവരും രസം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല രീതിയിലും ഉണ്ടാക്കും കേട്ടോ. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഈ രീതി മാത്രമല്ല പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ശരീരത്തിനും നല്ലതാണ് ഈ രസം എന്ന് പറയുന്നത്. നമ്മൾ മല്ലിയൊക്കെ ആണെങ്കിലും നമുക്ക് ഉള്ളിൽ ചെല്ലുന്നത് നല്ലതാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാം. അവർക്ക് ഈ പറഞ്ഞതുപോലെ മല്ലിയിലയുടെയൊക്കെ ആ തരിയും അല്ലെങ്കിൽ നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ള കുരുമുളകൊക്കെ കടിക്കും എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് ഇതിൻ്റെ ആ വെള്ളം മാത്രമാക്കിയിട്ടാണെങ്കിൽ കുട്ടികൾക്ക് ഗ്ലാസ്സുകളിലാക്കി കൊടുക്കാം കേട്ടോ. അവരങ്ങ് കുടിച്ചോളും. ചെറിയ ചൂടോട് കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നന്നായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് പറയുക. ഓക്കെ, താങ്ക് യു.